ഹിപ്പ് ഹോപ്പ് തമിഴയുടെ പാട്ടാണ് ആദ്യം ആരോ പണ്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ബോറടിക്കാൻ നേരത്തെ നമ്മൾ ചിന്തിക്കും എന്നൊക്കെ പറയുന്നത് അതേപോലെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമ്മൾ എൻ്റെ കയ്യിലെ ഫോണിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് റീൽസ് ചുമ്മാന്ന് കണ്ട് പോയപ്പോഴേക്കും നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴൻ്റെ പാട്ട് റാൻഡമായിട്ട് വന്നു. ഓക്കെ, ഇതൊരു വീഡിയോ ഒക്കെ എടുത്താൽ ചിലപ്പോൾ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്കങ്ങനെ പാട്ടിനോടൊന്നും, ഞാൻ അങ്ങനെ പാട്ട് കേൾക്കുന്ന വളരെ കുറവാണ്. BTS എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അവരുടെ പാട്ടിനെ പറ്റിയോ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഗുമ്മ അടിപിടിക്കിനിമേ ഗുമ്മ ഇതുവരെ പുറത്തും ചുമ്മാ അടിപിടിക്കിനിമേ ഗുമ്മ തെട്ടും തെട്ടും തലരടി ഞണ്ട് സിന്ധു മുതലടി ഉള്ളേ ബന്ധ പവറടി അണ്ണയ്യാര് പാടിയിരിക്കും, പഠിച്ച് പാടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പാടുന്ന റാപ്പ് ശരിയാവുന്നത് മുതൽ കാണുന്ന ആളുകൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസും രോമാഞ്ചും ഒക്കെയാണ്. റാപ്പറായിട്ടുള്ള ഇവാ സ്റ്റാർക്കാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു സുഖമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ. കാരണം നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക് ആയിരിക്കും ഇയാൾ ചെയ്യാന്ന് ഓരോ വട്ടവും നമുക്കത് തോന്നും. പക്ഷെ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞ് ഇവാഷാക്ക് ആ പാട്ട് പാടി കഴിഞ്ഞ് അത് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഒരേ ആശ്വാസവും സന്തോഷവുമാണ്. അതായത് സാറ്റിസ്ഫിക്കേഷൻ ലെവലാ വീഡിയോ കാണുമ്പോൾ. എപ്പോ മുതൽ ഇങ്ങനെ റാപ്പ് അവതരിപ്പിക്കാം? അതിന്റെ പിന്നിലൊരു കഥയുണ്ടല്ലോ, വീട്ടിൽ കറണ്ട് പോയ ദിവസം. അതൊന്നിട്ട് പറഞ്ഞു തുടങ്ങാം. വീട്ടിൽ കറണ്ട് പോയ ദിവസം ഈ വീട്ടിൽ തന്നെ കറണ്ട് പോയത്. ഞാൻ സാധാരണ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗെയിം കളിക്കില്ല എൻ്റെ മെയിൻ പരിപാടി. അപ്പം അതിന് വൈഫൈ ഉണ്ട്. കാരണം എനിക്ക് വേറെ ഡിവൈസിൽ നെറ്റ് ഒന്നും ഇല്ല. ഫോണിൽ ഞാൻ വൈഫൈ ഉള്ളത് കൊണ്ട് തന്നെ ഫോണിൽ കുറച്ച് നെറ്റേ ചെയ്യാറുള്ളൂ. മാസത്തിൽ 1 GB അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ. അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് കണക്ക് കറണ്ട് പോയപ്പോഴേക്കും ഫോൺ ചെക്ക് ചെയ്തപ്പോൾ 8 മണിക്കൂർ കറണ്ട് കെട്ടാന്നും പറഞ്ഞ് മെസ്സേജ് കിടക്കുന്ന കണ്ടത്. അപ്പം ഞാൻ മൊത്തത്തിൽ വണ്ടറായിപ്പോയി. ദൈവം ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ആണെങ്കിൽ നെറ്റില്ല, ഗെയിം കളിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം മൊത്തത്തിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരി ഐപാഡിൻ്റെ ചാർജ് കളയണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ച്. പിന്നെ ഉപയോഗിക്കാതെ വന്നപ്പോഴേക്കും ഒരു ബോറടിയൊക്കെ വന്ന്. ആരോ പണ്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ബോറടിക്കാൻ നേരത്തെ നമ്മൾ ചിന്തിക്കും എന്നൊക്കെ പറയുന്നത് അതേപോലെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമ്മൾ എൻ്റെ കയ്യിലെ ഫോണിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് റീൽസ് ചുമ്മാന്ന് കണ്ട് പോയപ്പോഴേക്കും നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴൻ്റെ പാട്ട് റാൻഡമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് പണ്ടോട്ടേ ആഗ്രഹമുണ്ട് എനിക്ക് ആ പാട്ട് ഒന്ന് പാടിയാൽ കൊള്ളാം, ചുമ്മാ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാടിയാൽ കൊള്ളാമെന്നുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ ഞാൻ ആലോചിച്ച് വെറുതെ ഇരിക്കുക, നെറ്റില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ ലിറിക്സ് എടുത്തിട്ട് അത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച്. അങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ഭയങ്കര പറ്റുന്നില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ. അപ്പം പറ്റാതെ വന്നപ്പോഴേക്കും ഞാൻ ആലോചിച്ച് നടക്കത്തില്ല. പിന്നെ പഠിക്കുന്നതിനിടയ്ക്ക് വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ നാക്ക് കൊടുക്കുന്നു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഓക്കെ, ഇതൊരു വീഡിയോ ഒക്കെ എടുത്താൽ ചിലപ്പോൾ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ചോദിച്ച് ഇതണക്കേടാ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പ്ലാനുണ്ട്. പിന്നെ എൻ്റെ ഒരു തമിഴ് ഫ്രണ്ടുണ്ട്, ഗോമതി എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരോട് ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഒരു മലയാളിയല്ലേ, തമിഴിൽ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു ഓക്കെ, അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാം. അങ്ങനെ ഒരു മൈൻഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. ഹിപ്പ് ഹോപ്പ് തമിഴയുടെ പാട്ടാണ് ആദ്യം തുടങ്ങിയ സിനിമയിലെ പാട്ട്. അതെ. അപ്പോൾ അതൊന്ന് പാടാവോ? എനിക്ക് ഉറപ്പില്ല അത് കിട്ടും, അറിയുന്നത് പോലെ മതി. എനിക്കറിയാം ഇപ്പൊ ഡിവൈസ് ഇല്ല, പാട്ടിന്റെ കൂടെയല്ല പാടുന്നതെന്ന് നമുക്കറിയാം. എന്നാലും ജസ്റ്റ് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം. വീണ്ടും ഒരു മുறை இங்க மீசையும் முறுக்க வந்திருக்க முடிஞ்சா தடுத்து நிறுத்தி என்ன தடுக்க நினைச்ச பண்ணிக்கு எடுத்து போனதுக்கு இது சாம்பிள் சம்பவம் மண்டபத்திரஞ்ச கொஞ்ச நாள் கொஞ்சம் கூலாக இருக்கிற கோபத்தை எத்தாது கோளாறு கொடுக்காது எரிமலை குழம்பு அந்த ரைஸுக்கு ஊத்தாது பொரியலை போல பொரிஞ்சு கரிஞ்சிட்டு பசரிஞ்சு எரிஞ்சிட்டு பிறகாட்டு பட்டிக்கிலிந்து கிட்டி பிட்டிக்கல கிண்ணி பிட்டு மட்டிகள் கம்மனுக்கு இருந்தன சீந்தி பார்த்த போ சப கொல்லி கிண்ணிக்கே தோண்டி பார்த்த கிணி அனுபவிப்பேன் இந்த பொட்டியை பொங்கலை செதறடிப்பேன். ரெடியா 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 முடிஞ்சா வந்து புடிடா 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 புடிடா. താങ്ക് യു. ഈ ബ്രീത്ത് കൺട്രോൾ എങ്ങനെയാ? അത് സത്യം പറഞ്ഞാൽ അത് എനിക്കും അറിയത്തില്ല. എനിക്കതൊരു വലിയൊരു കാര്യമായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ആൾക്കാരത് പറയാൻ നേരത്ത് അതൊരു വലിയ, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയ കാര്യമാണ്. അതെ, ഞാനത് കാഷ്വലായിട്ടാണ് അത് പാടുന്നത്. ശരിക്കും ഈ വശാഖിന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ അറിയപ്പെടട്ടെ ഈ വശാഖ്.
അപ്പൊ ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ പാടുമായിരുന്നോ, കോളേജ് പഠിക്കുമ്പോഴേ പാടുമായിരുന്നോ? എങ്ങനെ ഇൻട്രസ്റ്റ് വന്ന, റാപ്പേഴ്സിനെ ഫോളോ ചെയ്യായിരുന്നോ? ഇല്ല, എനിക്കങ്ങനെ പാട്ടിനോടൊന്നും, ഞാൻ അങ്ങനെ പാട്ട് കേൾക്കുന്ന വളരെ കുറവാണ്. ഞാൻ പാട്ടിനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, ഉണ്ട്. നല്ല ഈ മെലഡി സോങ്സ് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ പാടാൻ ശ്രമിക്കുന്നല്ലാണ്ട് ഫ്ലോപ്പാണ്, എന്നാലും പാടത്തൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ കൂടെ മൂഡ്, അത്രേ ഉള്ളൂ. മെലഡീസ് എന്ന് പറയുമ്പോ നമ്മുടെ ഈ തട്ടത്തിമറയത്തിന്റെ കണക്കത്തെ ഓരോ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ സോങ്സ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് പാടാൻ ശ്രമിക്കുന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ പാട്ടിനോട് അങ്ങനെ മെലഡീസ് കേൾക്കുന്ന ആളാണല്ലേ റാപ്പ് പാടുന്നത്? അല്ല, പെട്ടെന്നൊരു ക്രൈസ് തോന്നിയോണ്ട് പാടിയെന്നേ ഉള്ളൂ. അല്ലാതെ റാപ്പ് ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്നല്ല. പക്ഷെ അങ്ങനെ പാടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത് കണക്ക് ട്രൈ ചെയ്ത് ക്ലിക്കായി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓരോ ചാലഞ്ചും കൊണ്ടുവരുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പാടിയ മിക്ക പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എനിക്കറിയത്തില്ല സത്യമായിട്ട്. ഞാൻ BTS ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അവരുടെ പാട്ടിനെ പറ്റിയോ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ ചലഞ്ച് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആ പാട്ടിൽ കയറി നോക്കിയപ്പോഴാണ് ഇതെന്തോ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആ പാട്ട് ട്രൈ ചെയ്ത് പാടുകയായിരുന്നു. ഈ അപ്പൊ സ്കൂളിലോ കോളേജിലോ ഒന്നും സ്റ്റേജിലൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല? ഇല്ലേ, അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പണ്ട് ചിക്കൂസ് എന്ന് പറയുന്ന എൻ്റെ ഇവിടെ ഒരു വെക്കേഷൻ ക്ലാസ് ആണ് അത്. ഈ ജസ്റ്റ് ചുമ്മാ ഡാൻസ്, പാട്ട്, പടം വര, അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ പാട്ടൊന്നും എനിക്ക് അങ്ങനെ ഇതില്ല അവിടെ. ഇതുവരെ അങ്ങനെ പാടിയിട്ടില്ല. ഈ പാടാൻ അതെ. പക്ഷെ ബ്രോ പാടുന്ന എല്ലാ റാപ്പ് വീഡിയോസിനും അടിയിലും അതിന്റെ ഒറിജിനൽ റാപ്പേഴ്സ് വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്. ഗംഭീരമാണെന്ന് പറയാറുണ്ട്. ഹിപ്പ് ഹോപ്പ് നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാപ്സി കമന്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും വന്ന് അവിടെ കമന്റ് ചെയ്യുന്നുണ്ട്. ഈ വാങ്കമക എന്നുള്ള റാപ്പില്ലേ, അത് വന്നപ്പോ തൊട്ടാണോ ഈ വല്ലാത്തൊരു അറ്റൻഷൻ വരിക? അത് പാടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? വേങ്കാമൻ പാടി സത്യം പറഞ്ഞ അത് ക്ലിക്കാവുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇട്ടതല്ല അത്. പക്ഷേ ഒരു ആദ്യത്തെ 2 ദിവസം പതുക്കെ നോർമലായിട്ട്, ബാക്കിയുള്ള വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കയറുന്നുണ്ട്. ഒരു 100K ഒക്കെ എത്തിയിട്ടില്ല, ഒരു 50K 30K അങ്ങനെയാണ് ഒരു 2 ദിവസം നിന്നത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പിന്നെ കുറച്ച് ചെറുതായിട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഇതേ കണക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ചറപറ ഈ ഹിപ്പ് ഹോപ്പ് തമ്മിൽ ടാഗ് ചെയ്യുകയും പിന്നെ വീഡിയോ കണ്ടവരും ഒക്കെ വന്ന് ടാഗ് ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഗോമതി എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അനിയത്തിയുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു ഇതേ കണക്ക് ഹിപ്പ് ഹോപ്പ് തമിഴനെയും ഇതേ കണക്ക് ജീവ എന്ന് പറയുന്ന പുള്ളിയുടെ കൂട്ടുകാരനെയും കൂടെ മെൻഷൻ ചെയ്തൊരു സ്റ്റോറി ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. ഇത് കാണണമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലോ ഞാൻ. പിന്നെ ഓക്കെ, അവരുടെ ആ ഒരു സന്തോഷം ഞാൻ ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ജീവ എന്ന് പറയുന്ന ആൾ കണ്ടു. അദ്ദേഹം അതെടുത്ത് സ്റ്റോറി ഇടുകയും ചെയ്തു. പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ടെൻ്റെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കമൻറ്റ് വരികയും ചെയ്തു. ഹിപ്പ് ഹോപ്പ് തമിഴ് സാറിൻ്റെ കയ്യിൽ നിന്ന് കമൻറ്റ് വരികയും ചെയ്തു. പിന്നെ ആ വീഡിയോ ഒരു പോക്ക് അങ്ങോട്ട് പോയ ഒരു 7 മില്യൺ 7 മില്യൺ എങ്ങാണ്ട് വ്യൂസ് അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു കയറിയത്. 1 മില്യൺ ലൈക്സും ഉണ്ട് അതിന്. അങ്ങനെയാണ് ആ വീഡിയോ, അങ്ങനെയാണ് അത് സത്യം പറഞ്ഞ പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വർഷമൊക്കെ എന്താ പഠിച്ചത്? എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ പഠിച്ചത്, ഞാൻ ഡിപ്ലോമ എല്ലാം കഴിഞ്ഞത് എൻ്റെ തമിഴ്നാട്ടിലായിരുന്നു. 3 വർഷം അവിടെ ആയിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് തമിഴ് ചെറുതായിട്ട് അറിയാം, അല്ലാതെ വലുതായിട്ട് ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ 2 അനിയന്മാർ, എൻ്റെ അമ്മ, അത്രേ ഉള്ളൂ. അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പം ഈ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു വർക്കിലുണ്ടായിരുന്നു, വർക്കിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ 2020 തൊട്ടേ ഞാൻ ട്രൈ ചെയ്യുന്നൊരു സംഭവമായിരുന്നു സത്യം. 2020 തൊട്ടേ ജോലി അവസാനിപ്പിച്ച് ട്രൈ ചെയ്തോണ്ട്? അല്ലല്ല, അത് ഞാൻ 2020 തൊട്ടേ ട്രൈ ചെയ്യുന്നതാണ്. അപ്പം അതിന് എന്തൊക്കെ ടൈപ്പ് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് PUBG റിലേറ്റഡ് കണ്ടന്റ് ആയിരുന്നു. അപ്പോൾ അതിനോട് എനിക്ക് PUBG കളിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കരിയർ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കാണുന്നവരൊക്കെ വീഡിയോ നല്ലതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത്തിരി വെറൈറ്റി ആയിട്ട്, അതിനകത്ത് തന്നെ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആരും യൂസ് ചെയ്യാത്ത വെപ്പൺ കൊണ്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കാണുന്നവരൊക്കെ എക്സൈറ്റഡും ആണ്, പക്ഷെ റീച്ച് കിട്ടുന്നില്ല. അത് മാത്രം ഉണ്ടായിരുന്നുള്ളൊരു കുഴപ്പം. അപ്പൊ അതിന്റെ പേരിൽ എൻ്റെ ഒരു 2 വർഷം പോയി. 2 വർഷം ട്രൈ ചെയ്തു? അതെ, 2 വർഷം പോയി അതിന്റെ പേരിൽ. വീട്ടിൽ തന്നെയായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഈ ഐപാഡ് ഞാൻ എടുത്തത്. അതിനു വേണ്ടി ഒരു 7 മാസത്തോളം ഞാൻ ഒരു കടയിൽ പോയി ഇത്തിരി കട്ടിപ്പണിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആ ഡിവൈസ് എടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമാധാനം.
കടയിലെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വെൽഡിങ് ചെയ്യാൻ നേരത്തെ കുറെ ഒരു പൈപ്പും അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ചുമന്ന് വണ്ടിയിൽ വെച്ചു കൊടുക്കുക, പിന്നെ ആ കടയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, അതൊക്കെയായിരുന്നു പണി. രാത്രിയൊക്കെ ആയി ഇവിടെ വരാൻ നേരത്ത് മിക്ക ദിവസവും തലവേദനയായി. കാരണം എനിക്ക് അധികം വെയിറ്റ് വെക്കാൻ എനിക്ക് തലവേദന എടുക്കും. എന്താണെന്ന് അറിയത്തില്ല, അധികം വെയിറ്റ് എനിക്ക് തലയ്ക്കൊരു സ്ട്രെസ് വരുമ്പോൾ എനിക്ക് ഒരു ഇവിടെ ആയിട്ടൊരു തലവേദന വരും. അപ്പം അതെല്ലാവരും 7 മാസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടുത്തെ ഓണർ ഇത്തിരി തെറിവിളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അതും നല്ല രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങി വന്നത്. കാരണം അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഡിവൈസ് എടുത്തത്. ഞാൻ 2020 തൊട്ടുള്ള എഡിറ്റിങ്ങും ഈ വീഡിയോ ഷൂട്ടിങ് എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പൊ അത് പിന്നെ രാവിലെ ഈ സാധനം ഓണായി കഴിഞ്ഞാൽ രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്താണ് ഇത് ഓഫ് ആകുന്നത്. അപ്പൊ അത്രോ യൂസ് ഉണ്ട് അതിന്. പിന്നെ പതുക്കെ ഇതിന്റെ പെർഫോമൻസ് കുറഞ്ഞു വന്നപ്പോഴേ ഇതിന്റെ ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അധികം നാള് കാണത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇന്നപ്പോഴാണ് ഈ പാട്ടിന്റെ ഇത് ഐഡിയ തോന്നി. ഇത് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു 100K ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതടിച്ചു. ഈ വാത്തിറൈഡ് എന്നുള്ള പാട്ട് പാടുന്നതും വളരെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. അത് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഈ അറിവ് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. ഓക്കെ. പക്ഷെ ഈ ആ പാട്ട് ഇപ്പൊ വാത്തിറൈഡ് നോർമലി കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ലിറിക്സ് മനസ്സിലാക്കാൻ ഇത്തിരി പണിയാണ്. ശരിക്കും അതിന്റെ പ്രോസസ്സ് എങ്ങനെ, ഏത് പാട്ട് എത്ര സൗണ്ട് എത്ര സ്പീഡ് കുറച്ചിട്ടാലും അത് മനസ്സിലാക്കുക, അതിന്റെ മൊത്തം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു തരുമോ? ഞാൻ ആ പാട്ട് പഠിക്കുന്നത് ഫസ്റ്റ് പാട്ട് വീഡിയോയിലാണ്. ഞാൻ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ഐപാഡിലാകുമ്പോൾ പെട്ടെന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കയറ്റും. എന്നിട്ട് അതിന്റെ സ്പീഡ് ഞാൻ മാക്സിമം ഒരു 0.05 താഴെ ആയിരിക്കും ആദ്യം കേൾക്കുമ്പോൾ. കാരണം ആദ്യം തന്നെ നമ്മൾ ആ പാട്ട് പാടാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ ആ തെറ്റായ ലിറിക്സ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത്. അതുകൊണ്ട് പാടാൻ നമ്മൾ ശ്രമിക്കത്തില്ല. അത് ഫസ്റ്റ് തന്നെ ഒരു 0.04 അല്ലെങ്കിൽ 0.05 ഇട്ടിട്ട് ആദ്യം അത് കേൾക്കത്തേ ഉള്ളൂ. കേട്ടിട്ട് ലിറിക്സ് അതിന്റെ കൂടെ വായിക്കാൻ നോക്കും. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. അതിന്റെ കൂടെ വായിക്കും. മറ്റേ റാപ്പിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാപ്പിന്റെ കൂടെ വായിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പോകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ കേൾക്കുന്നതിന്റെ അതേ സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് നമുക്ക് ലിറിക്സ് മനസ്സിലാക്കണം. ആ ലിറിക്സ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പതുക്കെ അവരുടെ കൂടെ പാടാൻ വേണ്ടി അവരുടെ ആ ഒരു ടോണിലും ആ ഒരു കേട്ടേൻ്റെ അടുത്ത് ഇറക്കേണ്ട അടുത്ത് അങ്ങനെ ഇറക്കിയാണ്. പിന്നെ അത് ആദ്യം 0.5 പിന്നെ 0.6 അതിൽ പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ട് 0.6 അങ്ങനെ മാക്സിമം കൊണ്ടുവന്നാണ് ഞാൻ പഠിക്കുന്നത്. അറിവിന്റെ മറ്റേ ഇതന്നെ വാത്തിറാപ്പ് ഒന്ന് പാടാൻ പറ്റുമോ? വാത്തിറൈഡ് അത് പണ്ട് പാടിയതാണ്. എനിക്കത് വലിയ അറിയുന്ന പോലെ പാടിയത് ഞാൻ ശ്രമിക്കാം. എനിക്ക് നിക്കാതെ മറുപടി സിക്കാതെ ഒരു മുറ തൊട്ടാലേ കെട്ടാനും 10 അടി പക്കാവ പെപ്പാനെ தெருவில் நடுக்கடக்கூடும் ஏக்கடக்கட தலைமுறை படிக்கிற தமிழ் இருக்குது புதுமுறை இருக்குது வளர வடக்கும் எனக்கு எப்போதும் என்னோடு இருக்கும் பட்டாளம் முன்னை உரைக்கும் கட்டாயம் மண்ணை தீரட்டும் வேதங்கள் இல்லாது இருக்கும் நாடங்கள் கண்ணாகி இருக்கும் இதுவரை பொறுத்தவன் சும்மா அடிவிழுகினுமே கும்மா இதுவரை பொறுத்தவன் சும்மா அடிவிழுகினுமே கும்மா தட்டும் தளரடி ഞണ്ട് சிந்தும் முதலடி உள்ளே வந்தா பவரடி அண்ணா யாரு അടിപൊളി. ഈ ആളുകൾ ഈ കണ്ടന്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചറിയുക, സംസാരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമില് ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയൊക്കെയാ? ഇൻബോക്സിൽ വരുന്ന മെസ്സേജസ് എങ്ങനെയൊക്കെയാ? ഇൻബോക്സസിൽ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പം നോക്കാറില്ല. കാരണം കുറേ ഉണ്ട്. എനിക്കത് നോക്കിക്കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അത് റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുത്തില്ലെങ്കിലല്ലോ എന്നുള്ളൊരു ഫീല് വരും. കാരണം അതിന് മാത്രം എനിക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2020 അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ അകത്ത് കയറിയതാ. പിന്നെ ജോലിക്ക് വേണ്ടി കുറച്ച് നാൾ വെളിയിൽ പോയിട്ടുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ മറ്റുള്ളവർ കോണ്ടാക്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലേ, എനിക്ക് കോൾ ചെയ്യാൻ പോലും എനിക്ക് അങ്ങനെ ആരും ഇല്ല. ജസ്റ്റ് കോണ്ടാക്ട് പോലും അങ്ങനെ ആരുമായിട്ടും ഇല്ല. അത് ബോധപൂർവം ചെയ്യണോ അതോ ബേസിക്കലി അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കുന്നതാണോ? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഇൻട്രോവേർട്ട് ആയിരുന്നല്ല. ഞാൻ അത്യാവശ്യം ആൾക്കാരോട് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ എന്ത് പറ്റിയാന്നറിയില്ല, ഞാൻ 5 വർഷം ഇതിനകത്ത് ഇരുന്ന് മൊത്തത്തിൽ ഇപ്പൊ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. ഓരോരുത്തർ വന്ന് ഇതിനൊക്കെ റാപ്പ് പാടുന്ന കേടണല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കാൻ നേരത്തെ തന്നെ എന്റെ കൈയൊക്കെ വിറങ്ങി. ഞാൻ ജസ്റ്റ് അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനും നോക്കാം. പക്ഷെ അവരെ വിഷമിപ്പിക്കാനും പറ്റത്തില്ല. ആ ഒരു മൈൻഡാണ് ഇപ്പൊ എനിക്ക്. പിന്നെ ഞാനിപ്പോ വെറുതെ ഇരിക്കാൻ നേരത്ത് ഹലോ ഹായ് ഇതാണ് ഇപ്പൊ എന്റെ സ്വയം പ്രാക്ടീസ് ചെയ്തോണ്ട്. വീഡിയോ കണ്ടപ്പോ ഞാൻ ഒരു ആറ്റിറ്റ്യൂഡ് സിംഹാണെന്നാ വിചാരിച്ചത്. ഒരിക്കലും അല്ല. അത് ഞാൻ അങ്ങനെ ഒരു ആ പാടിയിരിക്കുമെന്ന് ഞാൻ പറയുന്നതിനെ ഞാൻ ഒരു 10-15 ടേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നോക്കും ഇത് ശരിയല്ലേ, ഇത് കൊള്ളത്തില്ലല്ലേ.
എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അതെല്ലാം കളഞ്ഞിട്ടാണ് ഒന്നാമത് സ്പേസ് ഇല്ല, പിന്നെ അതെടുത്ത് കൊള്ളത്തില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അനിയന്മാരുടെ സപ്പോർട്ട് എങ്ങനെയാ? അനിയന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ട്. ഒരു വീഡിയോയിൽ അനിയൻ ഇങ്ങനെ ചുമരുമ്പം കൂടെ ചേർന്ന് ഒട്ടിപ്പിടിച്ച് പേടിച്ചങ്ങ് പോകണ്ടല്ലോ, അത് ഉറക്കത്തിന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾ ടെററായിട്ട് അവനെ നോക്കണോണ്ടല്ലോ അല്ലേ? അല്ലല്ലല്ലല്ല, അത് എന്തുവായിരുന്നു അവന്റെ മുഖം അവന് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ അതെല്ലാരും നോട്ട് ചെയ്തത്. അവനോട് കുറെ പറഞ്ഞു അത് ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ഫണ്ണിയായിട്ട് ഇടട്ടെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. വിവശാഖിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാ? സ്റ്റേജിൽ പെർഫോം ചെയ്യുക, അങ്ങനെ റാപ്പർ ആവുക, അങ്ങനെയൊക്കെയാണോ ആഗ്രഹം? ആഗ്രഹമുണ്ട് സ്റ്റേജിൽ റാപ്പ് പെർഫോം ചെയ്യാൻ. പക്ഷെ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരാൾ തന്നെ നിങ്ങളിപ്പം വന്നപ്പോ തന്നെ എനിക്കൊരു ഞാൻ ഇങ്ങനെ എന്തൊക്കെ ചോദിക്കും ദൈവം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ നിന്നത്. പിന്നെ റാപ്പ് പാടുക പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ മറ്റേ സ്റ്റേജ് ഡാൻസ് കളിച്ചോണ്ടിരുന്നോണ്ട് ഞാൻ പറഞ്ഞല്ലോ ചിക്കൂസിൽ എന്ന് പറഞ്ഞ അവിടെ എനിക്ക് ഡാൻസ് കളിച്ച് ഇതുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം സ്റ്റേജ് ഫിയർ ഇല്ലാത്തതാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ എന്തോ ആലോചിച്ചിട്ടും എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കിട്ടിയ ഞാൻ ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. ഈ റാപ്പ് ഗോൾഡ് എമിനത്തിനെ ട്രൈ ചെയ്യുന്നൊക്കെ ആളുകൾ പറയുന്നത് ആ കമന്റുകളിൽ വരുന്ന ചാലഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. അതെ അതെ. ഓക്കെ, ഈ എമിനത്തിന്റെ പാട്ടുകൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിന്റെ റാപ്പിൽ വന്ന വരുത്തിയ മാറ്റങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെ അറിവുണ്ട്? എനിക്ക് അങ്ങനെ എമിനത്തിനെ പറ്റി അങ്ങനെ മൊത്തത്തിൽ അറിയത്തില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഭയങ്കര ഹിപ്പ് ഹോപ്പ് ഫാനാണ് പണ്ടോട്ടെ, അതായത് എൻ്റെ കൊച്ചിലെ തൊട്ടെ. അവൻ ഞങ്ങളെല്ലാരും ഈ മലയാളം പാട്ട്, ഞാൻ കൂടുതൽ ഹിന്ദി പാട്ടാണ് കേട്ടോണ്ടിരുന്നത്. എൻ്റെ അറിവിൽ ഞാനായിരുന്നു തോന്നുന്നു. ഇവിടെ മിക്കവർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു ഹിന്ദി പാട്ട് കേട്ടോണ്ടിരുന്നത്. അവനായിരുന്നു ഇവിടെ ഇംഗ്ലീഷ് പാട്ടും ഫുള്ള് കേട്ടോണ്ടിരുന്നത്. അപ്പൊ അവൻ ഇടക്കിടക്ക് വന്ന് പറയും, എടാ എമിനത്തിന്റെ അത്രയൊക്കെ പറ്റുവാണ്. ഞാൻ എമിനോ അതൊക്കെ ആരാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ അവനെ കളിയാക്കിയിട്ടുണ്ട്. അവൻ മാത്രം ഇംഗ്ലീഷ് കേൾക്കുന്നതുകൊണ്ട് ഇവിടെ ഉള്ളവർ അറിയാലോ, ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കാനകത്ത് എല്ലാരും കൂടെ കളിയാക്കലാണല്ലോ പരിപാടി. ഞാനങ്ങനെ കളിയാക്കിയിട്ടില്ല. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, വിമലൻ എന്നാണ് പേര്. അപ്പം അവൻ ഇത് കണക്ക് കുറെ പാട്ടൊക്കെ കൊണ്ടുവരും, കേൾപ്പിക്കും. അപ്പൊ അന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഈ റാപ്പ് കോഡ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ റാപ്പ് കോഡ് കേൾക്കുന്നത്. ഫുള്ള് ഈ സ്പീഡിൽ വന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ദൈവം ഇതൊക്കെ എങ്ങനെയാ പാടുന്നതെന്ന് പറയാൻ ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ റാപ്പ് കോഡ് കേൾക്കുന്നത്. അല്ലാതെ എനിക്ക് എമിനത്തിനെ പറ്റി അങ്ങനെ വലുതായിട്ടൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. അപ്പൊ എമിനത്തിന്റെ റാപ്പ് പഠിക്കാൻ എത്ര ദിവസം എടുത്തു ശരിക്കും? അത് മാക്സിമം 4 ദിവസം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ 3 ദിവസമേ പറഞ്ഞിട്ടുള്ളൂ. 4ാമത്തെ ദിവസം അതൊന്ന് ഫ്ലുവൻ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറിയാം, ലിറിക്സും കാര്യങ്ങളും അറിയാം. പക്ഷെ ഒരു ഫ്ലുവൻസി വേണമല്ലോ, നമ്മൾ പാടുന്നതിനൊരു ഇത് വേണമല്ലോ, കറക്റ്റ് ആ പുള്ളിയുടെ കൂടെ പിടിക്കണമല്ലോ, കട്ടയ്ക്ക് പിടിക്കണം. അതെ, അത് അങ്ങനെയാണ് ചെയ്തത്. എമിനത്തിന്റെ റാപ്പ് പാടാൻ പറ്റുമോ? എമിനത്തിന്റെ റാപ്പ് അത് ഉറപ്പില്ല, ഞാൻ നോക്കാം. നമുക്ക് ട്രൈ ചെയ്യാം. Samala matumala magipasuming amahima bada gada to ticket to the team super game in a very man rabas anything is a cachetico mental to you and never study more than ever must harry your motherfucking audience will like levitating never putting another head of ever betting for the Casapala but the celebrating was another way to get a motivated Makeli music, you make elevator music. ഇത് ഈ പഠിച്ച് പാടിയിരിക്കുന്ന പറയുന്നില്ലേ, ആ പ്രൈസില്ലേ പഠിച്ചിരിക്കും പഠിച്ച് പാടിയിരിക്കുന്നത്, അത് എപ്പോ തൊട്ടാ കിട്ടുന്നത്? അത് അതായത് നമുക്കൊരു ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഹുക്ക് വേണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് കാണിച്ചിട്ട് അവർക്ക് അറിയണമല്ലോ, ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അറിയിക്കണം നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയിക്കണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞാണ് ഈ പാട്ട് ഇന്ന് ഞാൻ പഠിച്ചു പാടിയിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ പാടിയിരിക്കും എന്ന് അത് വെറുതെ പറഞ്ഞത്, സത്യം പറഞ്ഞ ഇത് തെറ്റിപ്പോയല്ലോ. പക്ഷെ ഞാൻ പാടിയിരിക്കും, ആ ഒരു രീതിയിൽ ചുമ്മാ പാടിയിരിക്കും, വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞ. പക്ഷെ ആ സാധനം തന്നെ ഞാൻ പോലും അറിയാതെ അത് 2 വട്ടം ഇടയിൽ കയറ്റി. ഒരു വട്ടം കയറ്റി, അത് കഴിഞ്ഞ് ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അത് തന്നെ ഒന്നും കൂടെ ഇടയിൽ കയറി. അത് ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞ. എഡിറ്റിങ്ങിൽ മാറിപ്പോയതാണ്. പിന്നെ അത് ശ്രദ്ധിക്കാതെ അങ്ങ് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫുള്ളും ഈ പഠിച്ചു പാടിയിരിക്കുവാണ് ഇപ്പൊ എല്ലാരും അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട്. അപ്പൊ അതങ്ങോട്ട് പിന്നെ അതെല്ലാ വീഡിയോയിലും അതങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ അതൊരു ബ്രാൻഡ് എന്നൊക്കെ വേണം അതേപോലെ അങ്ങ് ആയിട്ടുണ്ട്. ശരിക്കും കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് എന്താ ഭാവിയായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ റാപ്പർ ആവാനാണോ അതോ ഗെയിമിംഗ് കണ്ടന്റ് തുടരാനാണോ? എന്താ ശരിക്കും എങ്ങോട്ടേക്കാ പോകുന്നതെന്നൊരു ഐഡിയ ഉണ്ടോ? ഇപ്പൊ കുറച്ച് പ്ലാൻ ഉണ്ട്, പക്ഷെ അത് റിവീൽ ചെയ്യാറായിട്ടില്ലേ? റിവീൽ ചെയ്യാൻ അത് തന്നെ റിവീൽ ചെയ്യാനായിട്ടില്ല. കുറച്ച് പ്ലാൻ ഉണ്ട്, വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. അത് വർക്കൗട്ട് ആയി കഴിഞ്ഞിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു. അല്ല, പ്ലാനൊന്നും ആരോടും പറയാൻ പാടില്ല, നമ്മൾ ബുക്ക് വായിച്ചിട്ടുണ്ട്.
നന്നായി പഠിക്കുന്ന ആളായിരുന്നു ഈ റാപ്പ് ഇങ്ങനെ 3-4 ദിവസം എടുത്ത് കട്ടിപ്പടുത്തം പഠിക്കുന്ന പോലത്തെ ഒരാളായിരുന്നു ശരിക്കും? റാപ്പ് പഠിക്കുന്ന എന്ന പോലെ സ്കൂളിൽ പഠിക്കുന്ന ആളായിരുന്നു? ഒരിക്കലും അല്ലേ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ല പഠിക്കുന്ന കാര്യമൊന്നും നമ്മൾ, അതായത് ബയോളജി ക്ലാസ്സിൽ പെട്ടെന്നിട്ട ടെസ്റ്റിൽ 0 മാർക്ക് മേടിച്ചാൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തന്നെ ബോർഡിൽ കൈ വെച്ചിട്ട് ചന്തി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അതാ ഈ മിക്കപ്പോഴും ഈ കമന്റിൽ വന്നിട്ട് ഇവര് പറയുമല്ലേ എന്തുവാ ഇവൻ ടോപ്പറാണ്, അങ്ങനെയാണ് തേങ്ങ പഠിപ്പിയാണെന്ന് കേൾക്കുമ്പോ ഈ ബയോളജി ക്ലാസ് കിടന്ന് ഈ ഒരു ഒറ്റ കാര്യം എന്റെ തലയിലോട്ട് വരുന്നു. അല്ലാതെ ഞാൻ പഠിപ്പിയൊന്നുമില്ല. എനിക്ക് 10ാം ക്ലാസ്സിൽ 64-62% മാർക്കേ ഉണ്ടായിരുന്നു. മിക്കതും ഞാൻ പൈസ കൊടുത്താണ് അടുത്തടുത്ത അഡ്മിഷൻ മേടിച്ചിട്ടുള്ളത് തന്നെ, പഠിപ്പിന്റെ ഗുണം കൊണ്ട്. അല്ലാതെ ഞാൻ പഠിപ്പിക്കാൻ കാര്യങ്ങളൊന്നും അല്ല. അമ്മയൊക്കെ എന്താ പറയാറ് ഇതാണ് കരിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പോകുന്നൊക്കെ പറയുമ്പോ? അല്ല, ഇത് ഇവരെന്ന് പറയുമ്പോൾ ആ പഴയ തലമുറയുടെ ഇതല്ലേ, അപ്പൊ ഇവർക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി, ഈ കോണ്ടന്റ് ക്രിയേഷന്റെ ഗുണത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ കിട്ടുന്നതിനെ പറ്റിയോ. ഇവർക്ക് ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ എന്റെ കാര്യത്തിലോട്ട് താല്പര്യം ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. പക്ഷെ എതിർപ്പുണ്ട്. പിന്നെ ഇതേ കണക്ക് എനിക്ക് ചെറിയൊരു ഫേസ്ലെസ്, ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫേസ് ഇല്ലാത്ത രീതിയിൽ കുറെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ട് അതിന്റെ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന പോലെ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഹുക്സ് ഒക്കെ പഠിച്ചത്, എങ്ങനെ സ്റ്റാർട്ടിങ് ഇട്ടാലാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ അതിന്റെ കുറെ ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് പ്രൊമോഷനൊക്കെ വന്ന് പൈസ കിട്ടി തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, ഓൺലൈനിൽ നിന്നും ഇതേ കണക്ക് പൈസ കിട്ടും. പിന്നെ അമ്മ അങ്ങനെ വലുതായിട്ട് ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ എൻ്റെ കാര്യം ഇതായി എന്നുള്ള രീതിയിൽ ഫോഴ്സില്ല. അമ്മയ്ക്ക് പിന്നെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ രക്ഷപ്പെടും, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു ഹോപ്പ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. 2023 തൊട്ട് ഉണ്ട് അമ്മയ്ക്ക് ആ ഒരു ഹോപ്പുണ്ട്. വിശ്വാസം ഉണ്ടായിരുന്നു. ഈ യാഥാരണ പയ്യൻ നാന്താന്ത പയ്യൻ എന്നുള്ള പാട്ടില്ലേ, അത് എത്ര നേരം പിടിച്ചു പാടാൻ വേണ്ടിട്ട്? അത് വലിയ നേരമൊന്നും എടുത്തില്ല. ഏറ്റവും ഈസി ആയിട്ട് ചെയ്തത് അതാണല്ലേ? അതും പിന്നെ ഹിപ്പോ അത് തന്നെ. അപ്പൊ അതിലിപ്പോ മറ്റേ ഹിപ്ഹോപ്പ് തമിഴയുടെ ലിറിക്സിന്റെ ഒരു ഋതല്ല സ്ലാങ് വേറെ തന്നെ ഒരു സ്ലാങ്. ചെന്നൈക്കാർക്ക് മാത്രമേ അത് പാടാൻ പറ്റത്തുള്ളൂ ഇവര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ സത്യമാണ്, ചെന്നൈക്കാരുടെ ഒരു വേറൊരു സ്ലാങ് ആണ്. ഞാൻ അവിടെ പഠിക്കാൻ പോയപ്പോഴേക്കും ചെന്നൈക്കാരുണ്ടായിരുന്നു. അപ്പൊ പ്രത്യേക സ്ലാങ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സ്ലോ മോഷനെ ഇട്ട് പാടുന്നതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ പാടാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതെനിക്ക് ആ ഒരു സബ് കോൺഷ്യസ് ആയിട്ട് വരുന്നതാണത്. അല്ലാതെ ഞാനത് എന്തുവായിരുന്നു ഇതിന്റെ കൂടെ അതൊരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് നമുക്കൊരു ഏത് പാട്ടാണെങ്കിലും അത് സ്ലോ മോഷൻ ഇട്ട് കേൾക്കാൻ നേരത്ത് നമ്മൾ അതിന്റെ കൂടെ പാടാൻ ശ്രമിക്കും. കുറെ നേരം പാടി നമുക്ക് അതങ്ങ് വരും. പിന്നെ അതിന്റെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മാത്രം മതി. പാടാൻ പറ്റുമോ? യാറാണെന്ത പയ്യനെ അത് സത്യമായിട്ട് ഓർമ്മയില്ല. അത് ഇത്തിരി അത് ഈസിയാണ്, പക്ഷെ പെട്ടെന്ന് മറന്നു പോകുന്ന കണക്കത്തെ ഒരു ലിറിക്സ് ആണ്. അതെനിക്ക് ഓർമ്മയില്ല. ഈ ഇംഗ്ലീഷ് റാപ്പ് പാടുന്നത്, മലയാളം പാടുന്നത്, ഇംഗ്ലീഷ് റാപ്പ് പാടുന്നത്, തമിഴ് പാടുന്നത്, ഹിന്ദി പാടുന്ന റാപ്പൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ കൊറിയൻ റാപ്പ് പാടാം, അത് ട്രൈ ഔട്ട് ചെയ്യാം, ആ ഐഡിയ എവിടുന്നാ വന്നേ? ആ ഐഡിയ വന്നത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാം ചലഞ്ച് ചെയ്യുന്നവരാണ്. അപ്പൊ അത് കണക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും ഇത് കണക്ക് ഇത് നമുക്ക് പറ്റോ ഇല്ലയോ എന്ന് നോക്കും. കേട്ടപ്പോ എനിക്ക് എന്റെ കിളി പോയി, വേറെ കാര്യം. പിന്നെ ഞാനത് അവോയ്ഡ് ചെയ്തു, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. കാരണം നമുക്ക് കേൾക്കാൻ നേരത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് ഒരു സാമ്യം ഇല്ലാത്ത വേർഡ്, ദ്വഗി എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനം വരുന്നു. അപ്പം ഞാനതങ്ങ് അവോയ്ഡ് ചെയ്ത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ പിന്നെ കുറെ എല്ലാ പാട്ടിന്റെ അടിയിൽ വന്നിട്ട് ഇതിന്റെ ഒരു പട തന്നെ വന്നിട്ട് ചുമ്മാ വന്നിട്ട് ഇത് ട്രൈ ചെയ്യുക, അത് ദേവ്ചിത്ത എന്ന് പറയുന്ന ഒരു പാട്ട് ട്രൈ എന്ന് പറഞ്ഞ് പിന്നെ ഇൻബോക്സിലും വന്നിട്ട് കുറെ ചവറ് കണക്ക്. അപ്പൊ ഞാനല്ല, ഇതിന് ഇത്രയും ഫാൻസ് ഉണ്ട്, ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊറിയൻ റാപ്പ് കേൾക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. ഉണ്ട്. പക്ഷെ ഫുള്ളും ഗേൾസ് ആണ്. ഗേൾസ് ഫുള്ള്. അതായത് കമന്റ് സെക്ഷനിൽ വന്നിട്ട് എനിക്ക് എങ്ങനെ പണി തരാമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവര് ഗ്രൂപ്പിലൊന്നും അല്ല, കമന്റ് വന്നിട്ട് അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അതായത് ബ്രോ ഈ പാട്ട് ട്രൈ ചെയ്യുമെന്നും പറഞ്ഞൊരു കമന്റ്, അതിന്റെ താഴെ വന്നിട്ട് ഞാൻ ഇത് ആലോചിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ അടുത്ത ആൾ, വേറെ ആള് വന്നിട്ട് പറഞ്ഞ് ഈ പാട്ട് ഈസി അല്ലേ, നമുക്ക് മറ്റേ പാട്ട് കൊടുത്തൂടെ, അതിന് ഇത്തിരി പാട് വിടും. ഇത് ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് ഒരു 48 കമന്റ് അതിന് താഴെ തന്നെ റിപ്ലൈ ഉണ്ട് ഫുള്ള്. അപ്പൊ വേറെ ആള് വന്നിട്ട് പറഞ്ഞു ഇത് വേണ്ട, ഇതിന് ഇത്ര സിലബസേ ഉള്ളൂ, മറ്റേതിന് ഇത്ര സിലബസ്. അങ്ങനെ കുറെ കണ്ട് ഞാൻ മൊത്തത്തിൽ വണ്ടടിച്ചു. പിന്നെ എനിക്ക് പിന്നെ ഇത് കുരു പൊട്ടി, ദൈവമേ, എന്നാ പിന്നെ ഇത്
ചെയ്തേ പറ്റത്തുള്ളൂ, എത്ര വില കൊടുത്താലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ കേൾക്കുന്നത് 0.4 ഇതാണ് ഞാൻ 0.1 2 വിട്ടാണ് ഇതിൽ നിന്ന് ഞാൻ തുടങ്ങിയത്. അങ്ങനെ അതപ്പം കേൾക്കാൻ എൻ്റെ ആ ഒരു ഇത് ആലോചിച്ച് നോക്കി, ഇത് ഇങ്ങനെ വരത്തുള്ളൂ പാട്ട്. അതും കേട്ടാണ് ഞാനത്. പക്ഷെ അതിപ്പോ ഇംഗ്ലീഷോ തമിഴോ ഹിന്ദിയൊക്കെ നമുക്ക് എഴുതിയെടുക്കാനെങ്കിലും വരും, അല്ലെങ്കിൽ നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാനോ അത് കാണാൻ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വഴിയോ ഒക്കെ ഉണ്ടാവും എന്താണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊറിയൻ പടങ്ങൾ കാണുമ്പോൾ പോലും മലയാളം ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിന്റെ ഒരു പരിധി വരെ മനസ്സിലാക്കുന്നത്. എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അത് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ലല്ലോ. ഇത് മാത്രമല്ല ഈ കൊറിയൻ എന്താ, മലയാളി ഭാഷ ഏതാ, അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇത് എന്താ അവർ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് മനസ്സിലാവും. സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അത് പിടികിട്ടുന്നത്. ഇതിന്റെ ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എവിടുന്ന ഇത് എന്താ ഉദ്ദേശിക്കണെന്നൊക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ സൗണ്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക ചെയ്തത്? സൗണ്ട് ചെയ്യുന്ന മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പാട്ട് സ്ലോ റെഫറൻസ് വേണ്ട ഇതിന്. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരെ ഈ സാധനം റെക്കോർഡ് ചെയ്യുക, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇടുക, സ്പീഡ് കുറയ്ക്കുക, അതിന്റെ കൂടെ അത് എന്തോ പറയുന്നൊന്നും നോക്കത്തില്ല, അതിന്റെ കൂടെ ഞാനും വായനക്കുന്നത്, അതിന്റെ കൂടെ ലിറിക്സും കൂടെ നോക്കി ഓക്കെ. പക്ഷെ കൊറിയനി മാത്രമേ ഉള്ളൂ ഇത്ര ഡിഫറെന്റ് ആയിട്ട്. അവനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നാണ്, പക്ഷെ അത് പറഞ്ഞു വരുമ്പം വേറെന്തോ ആയിട്ടേ വരത്തുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് അതിന്റെ കൂടെ ആദ്യത്തെ ഒരു 2-3 ലെറ്റർ കറക്റ്റ് ആയിട്ട് വരും, പിന്നെ അവസാനത്തെ ഒരു ഇത് വരാൻ നേരത്താണ് മനസ്സിലാകത്തില്ല. പിന്നെ ഞാൻ അത് കറക്റ്റ് അവർ പറയുന്ന രീതി എന്തോ ആണെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്തിട്ട് അതിന്റെ കൂടെ അത് പറഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ കൊറിയൻ റാപ്പിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കൊറിയൻ റാപ്പ് ഒന്ന് പിടിക്കാം. Bunagan Moduka G, Jinam with the Gajam Majaki the Gene, Gonega to go, Kotam, don't go, Ida, Jamaji. Gudam, Gudamo, Gash, Miniki, Honda, become me Honda, become what the Naniki Gang at Mambogata, the Rocha Hagopa. ശരിക്കും ആ റാപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല, സത്യമായിട്ടൊന്നും അറിയത്തില്ല. എങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേഷൻ, അതിന്റെ മൊത്തത്തിലുള്ള ഷൂട്ടിങ്, അതിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞത്? ഇതിന്റെ ഷൂട്ടിങ് മനസ്സിലായില്ലേ? ഈ ഓരോ കോണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ടാണോ, എങ്ങനെയാണ് അതിന്റെ മൊത്തത്തിലുള്ള ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ? അതെ, ഇവിടെ തന്നെ ഇരുന്നിട്ടാണ്, ഈ മുറിയിൽ തന്നെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ വെളിയിൽ നിന്ന് വരുന്ന ആ സൺലൈറ്റിന്റെ ഇതും അത് ഈ ഗ്ലാസിന്റെ പ്രത്യേകത കൊണ്ടാണ്. അകത്ത് മറ്റേ വാമായിട്ടുള്ള രീതിയിൽ വരത്തില്ല, ഒരു പ്രത്യേക രീതിയിൽ വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ അതും പിന്നെ iOS-ന്റെ ക്യാമറയും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ അത് വെച്ചാണ് ചെയ്യുന്നത്. വേറെ കംപ്ലീറ്റ് എഡിറ്റിങ്ങും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്? അതെ, ഒറ്റയ്ക്ക് തന്നെയാണ്. ഓക്കെ. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു വരുമാനമൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയോ? അപ്പോൾ ബ്രാൻഡ് കൊളാബറേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? കാരണം ഇൻസ്റ്റാഗ്രാം ഒരു റവന്യൂ ജനറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ റവന്യൂ വരുന്നൊരു ഇതല്ലല്ലോ, മോണിറ്റൈസേഷൻ ഉള്ള ഒരു മീഡിയ അല്ലല്ലോ. അപ്പൊ അതിനെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണല്ലോ നിൽക്കുക? ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, പെയ്ഡ് കൊളാബറേഷൻ വന്നിട്ടില്ല. പക്ഷെ കുറെ വന്നിട്ടുണ്ട്, ഈ മറ്റേ ഈ റമ്മി, ഈ ഓൺലൈൻ്റെ ഇപ്പൊ കുറെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതെനിക്ക് കുറെ വന്നിട്ടുണ്ട്. ഞാൻ എന്തുവായിരുന്നു ബെറ്റിംഗ് ആപ്സ്, എന്തോ രാജ ഗെയിംസോ അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. രാജ ഗെയിംസ് അങ്ങനെ എന്തോ കുറെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ഞാനത് സ്റ്റോറി ഇടാൻ വേണ്ടി നിൽക്കുകയാണ്, ഇങ്ങനെയുള്ളവർ പ്ലീസ് ദയവ് ചെയ്ത് മാറിയിരിക്കുക, കാരണം എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. കാരണം അത് നല്ല പരിപാടിയല്ല. കാരണം നമ്മള് മിഡിൽ ക്ലാസ്സുകാർക്ക് ഒരു ഇതുണ്ട്, പെട്ടെന്ന് എല്ലാവരും അല്ല, പക്ഷെ ചിലവർ കയറി അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരല് പണിയാണ്. അപ്പൊ പിന്നെ ഞാൻ കാരണം വേണ്ട, അവര് മൈൻഡിൽ നിൽക്കുകയാണ്. അവര് പക്ഷെ നല്ല രീതിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ അത് ശരിയാവത്തില്ല. ഈ കോണ്ടന്റ് കണ്ടിട്ടേ ഈ ഒറിജിനൽ ആയിട്ടുള്ള റാപ്പേഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ആ പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിയേറ്റേഴ്സ് അല്ലേ, അവര് ഇൻബോക്സിൽ വന്ന് സംസാരിക്കുക, അവരായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഇപ്പൊ തമിഴുണ്ട്, സർഗോളുണ്ട്, പിന്നെ അങ്ങനെ അവര് വന്ന് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് എങ്ങനെ സാധ്യമായിട്ടുണ്ടോ? ഒരു മറ്റേ നമ്മുടെ നാങ്കുടിക്കപ്പോറ എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ പേര് എപ്പോഴും എനിക്ക് പെട്ടെന്ന് മറന്നു പോകും, ഒരു റാട്ടി ആദിത്യൻ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പം പുള്ളിക്കാരൻ എന്നോട് വന്നിട്ട് ഇത് എനിക്ക് നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളിയുടെ വേറൊരു പാട്ട് തരാം, വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നോടൊന്ന് പറയാവോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പുള്ളിയായിട്ടുള്ള കോൺവെർസേഷൻ അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറയുമ്പം നമ്മുടെ ഈ ലാസ്റ്റ് ഞാൻ ഹിപ്പ് ഹോപ്പ് തമിഴ് തന്നെ കൊളാബറേറ്റ് ചെയ്ത വേറൊരു പാട്ടുണ്ടായിരുന്നു, എൻ്റെ പേരെന്തുവായിരുന്നു,
വെയിറ്റ് അങ്ങനെ കണ്ടൊരു പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സംഘ മ്യൂസിക് അങ്ങനെ സംഘൻ മ്യൂസിക് എന്ന അദ്ദേഹം എന്നോട് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് പോയി. അത്രേ ഉള്ളൂ, അല്ല വേറെ ആരും അങ്ങനെ വന്ന് ചാറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, EMI ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ചെയ്യാം എന്നൊക്കെ. അതെ, ശരിക്കും അത് അങ്ങനെ ഒരു പ്ലാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കംപ്ലീറ്റ്ലി എല്ലാ അങ്ങനത്തെ ടാങ്കിൾമെന്റ്സ് ഉണ്ടല്ലോ, അതായത് EMI അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒഴിഞ്ഞ് ഇതൊരു കരിയറായിട്ട് ഫോക്കസ് ചെയ്യണം, അങ്ങനെ വെച്ചിട്ട് തന്നെ പ്ലാനോട് കൂടിയിട്ട് തന്നെ ഇറങ്ങി. അതെ, പ്ലാനോട് കൂടി തന്നെ ഇറങ്ങി. കാരണം EMI ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, കാരണം ഒരു സ്ഥിര വരുമാനം ഇല്ലാതെ തന്നെ ഇപ്പൊ അഥവാ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. കാരണം എല്ലാ മാസവും EMI നമുക്ക് അടയ്ക്കണം. അപ്പൊ അത് തന്നെ, പിന്നെ അതിനു വേണ്ടി തന്നെ കുറെ തല പോകേണ്ടി വരും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് നാളൊന്ന് ഒരു സാധനം നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് വേണ്ടി കുറച്ച് നാളൊന്ന് കഷ്ടപ്പെട്ടിട്ട് കൂട്ടി വെച്ചിട്ട് പൈസ സെറ്റായി കഴിഞ്ഞ് മേടിച്ചാലും നമുക്ക് അത്രയും പ്രഷർ വരത്തില്ല. അപ്പൊ ആ ഒരു മൈൻഡില് പിന്നെ കൊച്ചിലെ തൊട്ട് നമ്മൾ വീട്ടുകാരെയൊക്കെ കാണുന്നതല്ലേ, അച്ഛനെ മെയിനായിട്ട് എൻ്റെ അച്ഛൻ, അവരൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ അവർ ഈ കടം മേടിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് ഒളിച്ചോടുന്ന കാണുമ്പം തന്നെ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ EMI ഈ കടം മേടിക്കുന്നതിനോടൊക്കെ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അതിൽ നിന്ന് അവോയ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഈ iPad മേടിക്കാൻ വേണ്ടിയിട്ട് എത്ര മാസം പണിയെടുക്കേണ്ടി വന്നു? ഒരു 7-7.5 മാസം. അന്ന് എനിക്ക് 400 രൂപയായിരുന്നു. അതും പണിയുടെ കറക്റ്റ് പൈസ എല്ലാവരും തന്നുകൊണ്ടിരുന്നത്. 400 രൂപയാണ് തന്നുകൊണ്ടിരുന്നത്. നല്ല പണിയുണ്ട്. രാവിലെ 9 മണിക്ക് കയറിയിട്ട് വീട്ടിലൊരു 8-8:30 ആകുമ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. മിക്കപ്പോഴും നല്ല കട്ടിപ്പണിയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീട്ടിൽ വരുമ്പോൾ മിക്കപ്പോഴും തലവേദനയൊക്കെ ആയിരുന്നു. അത് വെച്ചാണ് ഞാനത് എടുത്തത്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരനും അത്ര സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി ഫുള്ള് തെറിവിളിയും കാര്യങ്ങളൊക്കെയാണ്, വെറുതെ തമാശ. പക്ഷെ എനിക്കങ്ങനെ ഈ തെറി വിളിക്കുന്നതിനോടോ അങ്ങനെ തെറി ഇങ്ങനെ അതൊരു ഇതായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് എന്തോ പോലെയാണ്, ഒരു വല്ലാത്തൊരു കംഫർട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാനത് ഇതാണൊക്കെ പറഞ്ഞു, ഞാൻ പുള്ളിയോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പണി ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് വേറെ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ പോകുമെന്ന് പുള്ളിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പുള്ളി പറഞ്ഞു ഓക്കെടാ എന്തായിരുന്നു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പുള്ളി വിട്ടത്. അങ്ങനെയാണ് ഈ iPad എടുത്തത്. അപ്പൊ ഇപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ബാക്കിയുള്ള ചെലവുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാതെ വളരെ പിശുക്കിയാണ് അപ്പൊ ജീവിച്ചോണ്ടിരുന്നത്? അല്ല, എനിക്ക് പിന്നെ ഈ വെള്ളമടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അതിന് കൂടുതലും അതിനായിരിക്കുമല്ലോ പൈസ ചെലവേണ്ടി വരുന്നത്. പിന്നെ വണ്ടിയും ഇല്ല, വെളിയിൽ പോയാലല്ലേ നമുക്ക് വണ്ടിയുടെ ആവശ്യമുള്ളൂ. വണ്ടി ഉണ്ടല്ലേ പെട്രോൾ അടിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അതും ഇല്ല. അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് പിന്നെ വലിയ ചിലവൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള അതിപ്പോ അമ്മ നോക്കിക്കോളാന്ന് അമ്മ എന്നോട് പറഞ്ഞു. ഇപ്പം അത് മാത്രമേ ചിലവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ പിന്നെ ഡ്രസ്സൊക്കെ പിന്നെ പഴയത് ഇതൊക്കെ തന്നെ, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകുന്നു. ഈ അപ്പം ശരിക്കും റാപ്പ് എന്നുള്ളത് ഒരു കരിയറായിട്ട് തന്നെ എടുക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പം മലയാളത്തിൽ തന്നെ അങ്ങനെ കുറേ റാപ്പേഴ്സ് ഉണ്ട്. നമുക്ക് വേടൻ ഉണ്ട്, നമുക്ക് ഡാപ്സി ഉണ്ട്, ഇംബീച്ച്, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. ഇപ്പം മലയാളത്തിലെ റാപ്പേഴ്സിനെ ശ്രദ്ധിക്കാറുണ്ടോ? മലയാളത്തിലെ റാപ്സിനെ പറ്റി എന്താ അഭിപ്രായം? മലയാള റാപ്പേഴ്സിനെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്കും ഇഷ്ടമാണ്, അത്യാവശ്യം എല്ലാ റാപ്പുകളൊക്കെ ഇഷ്ടമാണ്. കൂടുതലും എന്തുവാ നമ്മുടെ വേടൻ്റെ, പിന്നെ ഫെജോ. പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ എനിക്ക് അറിയാം എല്ലാവരും പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അധികം അങ്ങനെ കേട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പാട്ട് അധികം കേൾക്കുന്നതല്ല. ഇപ്പൊ ഈ റീൽസിലൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഇരുന്ന് നോക്കി അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലേ. കേൾക്കാൻ നേരത്തെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ പാട്ട് കേൾക്കാൻ സത്യം പറഞ്ഞ സമയമില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് പഠിച്ചോണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം ഈ കണ്ടന്റിന്റെ ഇത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം. അപ്പൊ അതിന്റെ ഒരു ഓട്ടത്തിലും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ പിന്നെ ഒട്ടും സമയമില്ല. എങ്ങനെയെങ്കിലും ഒരു അടുത്തൊരു ഡിവൈസ് എടുക്കണം എനിക്ക്, അല്ലെങ്കിൽ അപ്പൊ ഇപ്പൊ ഫോളോവേഴ്സ് ഒക്കെ ചെറുതായിട്ട് ഡെഡ് ആയിക്കൊണ്ടിരിക്കുക. അതെനിക്ക് ഫീൽ ആവുന്നുണ്ട്, അക്കൗണ്ടിൽ ഫീൽ ആവുന്നുണ്ട്. എത്ര നാൾ കൂടുമ്പോഴപ്പോ ഒരു കണ്ടന്റ് ഇടുക? ഒരാഴ്ചയിൽ ഒരു കണ്ടന്റോ? ഒരാഴ്ചയിൽ 2 കണ്ടന്റ് ആയിരുന്നു. പിന്നെ എന്തുവാ, പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ അമ്മയുടെ വീട്ടിലും അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷനൊക്കെ ഇപ്പൊ ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലാണ്. എന്ത് പറ്റി അപ്പൊ അതിനൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് പിന്നെ കണ്ടന്റ് ഒരാഴ്ചയിൽ 1 അങ്ങനെയൊക്കെ ഇടാനേ പറ്റിയിട്ടുള്ളൂ.
പിന്നെ ഈ ഡിവൈസിന്റെ മറ്റേ ഡിവൈസ് തന്നെ ഈ അധികം ഓവർലോഡ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് മാക്സിമം എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കളഞ്ഞിട്ട്, അതായത് പഴയ വീഡിയോസും മറ്റേ പബ്ജിയുടെ വീഡിയോസും എല്ലാം കളഞ്ഞ് അതൊക്കെ കുറച്ച് റീഫ്രഷ് ചെയ്യാൻ സെറ്റ് ആയി കഴിഞ്ഞ് ഡിവൈസ് ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഞാൻ എടുക്കത്തുള്ളായിരുന്നു. ആ സംഘന്റെ റാപ്പ് ഒന്ന് പാടാൻ പറ്റുമോ? ഹിപ്പ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് സംഘന്റെ ഒരു റാപ്പ് ഉണ്ട്, അതൊന്ന് പാടാൻ പറ്റുമോ? ശ്രമിക്കാൻ. அதிரது வெடிக்குது ஸ்பீக்கர் தெரிக்குது சூரியனை பார்த்து மக்கள் வாய் தானே புழக்குது சிரிக்கிற கிழக்கிற முகமன்று பேசுது 10 நாளா கழுவாத புறம் வந்து பேசுது எதுக்குன்னு வளருது கண்டபடி தெரிக்குது திருமுதை இந்த முகப்பட்டு தழுகுது மூஞ்சி மேலே சிரிக்குது திருமணம் முழகுது கஷ்டப்பட்டு முன்னேறின கலவர துடிக்குது வயரில் எரியுது தெரியுது கண்ணத்தில் கொலை வருது ஆண்டவம் ஆடுது குண்டு சட்டி கோவம் இந்த மூஞ்சில நரம்பு புடைக்கும் வேறு ஏறுது என்னை இப்போ கெடுத்தாலும் சிரித்திர மொக்க பையன் கூட சேர்ந்து திட்டம் ஒன்று போடுது குழம்புது வானத்தை தொட்டப்படி தெரியாமல் முடிக்குது. ഈ ആരെങ്കിലും പാട്ട് കേട്ടിട്ട് നിനക്ക് റാപ്പർ ആവാം, ഒറിജിനൽ ആയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ട് റാപ്പ് ചെയ്തൂടെ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടോ? അങ്ങനെ ചോദിച്ചവരുണ്ട്, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. എഴുതുന്നതിലും ദേഷ്യം വേറെ ഒന്നുമില്ല എനിക്ക്. അല്ല, എന്നാലും എത്ര ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുക, എത്ര ആളുകൾ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു കരിയർ ആക്കാന്നൊരു തോട്ടൊന്നും വരുന്നില്ല. അല്ല, അതൊരു കരിയർ ആക്കണം അങ്ങനെ ഒരു ഈ ഇതിൽ ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ എന്റർടൈൻമെന്റ് ചെയ്യണം അങ്ങനെയുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷെ എനിക്ക് റാപ്പ് അത് എന്നെ കൊണ്ട് പറ്റിയ പരിപാടി അല്ലെന്നാണ് എൻ്റെ മൈൻഡിൽ തോന്നുന്നത്. കാരണം റാപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്ത് പിന്നെ ഭാവിയിൽ ആയിക്കൂടാ ഇല്ല എന്നില്ലല്ലോ. പിന്നെ ഇത് തന്നെ നമുക്ക് പറ്റുമോ നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ശ്രമിക്കാം. സിനിമാ ആഗ്രഹങ്ങളുണ്ടോ? സിനിമയിൽ അഭിനയിക്കണം പണ്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലേ? ഇപ്പം ഇല്ല എന്നല്ല, ഇപ്പം എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ക്യാമറയുടെ ഫ്രണ്ടിലിരിക്കണം അങ്ങനത്തെ മൈൻഡൊക്കെ ആയി പോയി. ഇപ്പോൾ അത് ചെയ്യാനാണ് ഇപ്പോൾ മറ്റുള്ള അങ്ങനത്തെ ഒരു ഇത് നിൽക്കുകയാണ്. പണ്ട് ആഗ്രഹമുണ്ട്, പണ്ട് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് നമ്മുടെ ടൈഗർ ഷ്രോഫിൻ്റെ കൂടെ ഡാൻസ് കളിച്ചതിൻ്റെ ഒരു വീഡിയോ പണ്ട് അത് അത്യാവശ്യം ഒരു ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ട് അതിനകത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, അതൊരു വീഡിയോ ഇട്ടിട്ട് കളിച്ചിട്ട് അത് അത്യാവശ്യം ഫേസ്ബുക്ക് പേജിലല്ല ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ഗ്രൂപ്പ് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം വൈറലായിട്ട് ഇതേ കണക്ക് തന്നെ അതിനകത്ത് ആരം ഉണ്ടായിരുന്നു. എന്നെ മറ്റേ കോമഡി ഉത്സവത്തിൽ ഓഡീഷൻ അങ്ങനെ വിളിച്ചായിരുന്നു. അപ്പൊ പിന്നെ ആ സമയത്ത് അവിടെ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അത് അത്യാവശ്യം സിങ്കായി ആ സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പാടിപ്പാടി കയ്യിന്ന് പോയെന്ന് തോന്നിയ റാപ്പുണ്ടോ? ഇതുവരെ ഇല്ല. ഇല്ല. ഏറ്റവും എളുപ്പത്തിൽ പാടിയ റാപ്പ് അല്ല, എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതേ ഞാൻ എടുക്കത്തുള്ളൂ. അല്ലാതെ പറ്റത്തില്ല എന്ന് ഞാൻ തൊടാറില്ല, ഇതുവരെ തൊട്ടിട്ടില്ല. ഈ പറ്റത്തില്ല എന്ന് ഇത് തൊട്ടാൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നിയ റാപ്പുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഗോഡ്സില തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ശ്രമിക്കും, അത് വിടത്തില്ല. അത് ഇങ്ങനെ തൊടാതെ വെച്ചേക്കുവാണ്. ഈ ഗോഡ്സിലയുടെ റാപ്പുമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ വരും? ഉറപ്പായിട്ടും വരും. അത് സത്യം പറഞ്ഞാൽ അത് എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല ഇപ്പോഴും. അതിൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് മൊത്തത്തിൽ നോക്കിയിട്ട് എനിക്കത് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പിന്നെ അതെനിക്ക് ഒട്ടും പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ. ഡിവൈസ് ശരിയല്ല. അതെ. ഹിന്ദി റാപ്പ് എപ്പോഴാ വന്നത്? ഹിന്ദി റാപ്പ് ആരോ ഒരാൾ കമന്റ് ഇട്ടു, ഇതേപോലെ ഒരു ഹിന്ദി റാപ്പ് ഉണ്ട്, ഇത് പാടിക്കഴിഞ്ഞാൽ ബ്രോയുടെ ഓറ കൂടും എന്നൊക്കെ പറഞ്ഞ ആരോ കമന്റ് ഇട്ടു. ഞാൻ പറഞ്ഞു അതെന്ത് സാധനമെന്നും പറഞ്ഞ് ഞാൻ പോയി നോക്കി. ഇനി ഒരു ഓറ കൂടുന്ന കൂടട്ടെ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ വന്നാൽ ശരി ഓക്കെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. ഹിന്ദി പിന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള ലാംഗ്വേജ് ആണല്ലോ. പക്ഷെ കേട്ടപ്പോൾ കിളി പോയി, ഒരുമാതിരി എന്ന് പറഞ്ഞു പാടുന്നു. എല്ലാ പാട്ടും ആദ്യം കേൾക്കുമ്പോൾ എൻ്റെ കിളി പോകാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വീഡിയോയിൽ ഇട്ട് എഴുതി പഠിക്കോ? കേട്ട് പഠിക്കില്ല, എഴുതാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പണ്ട് ഞാൻ റെക്കോർഡ് വരെ ഞാൻ കൂട്ടുകാരൻ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്, എന്നെ അതുകൊണ്ടും പറ്റത്തൊന്നുമില്ല. അപ്പം ഞാനിത് എനക്ക് ഇട്ടിട്ട് മാക്സിമം എന്നെ കൊണ്ട് എങ്ങനെയാണോ ഒരു പണി എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ നോക്കത്തുള്ളൂ. സ്മാർട്ട് വർക്ക് അതല്ലേ നല്ലത്, കഷ്ടപ്പെട്ടിട്ട്. അപ്പം ഞാൻ ഇതേ കണക്ക് നോക്കി കഴിഞ്ഞാൽ അതും ഭയങ്കര പാടായിരുന്നു. ഈ വീഡിയോയിൽ ഇട്ടിട്ട് ഒന്നും പണി നടക്കുന്നില്ലായിരുന്നു. പിന്നെ അത് ഒരേ സാധാരണ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ സമയം അത് എടുക്കേണ്ടി വന്നു. അതൊന്ന് എൻ്റെ ലിറിക്സ് ഒന്ന് മൈൻഡിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ പിടിക്കേണ്ടത്, സ്പീഡ് കൊണ്ടുവരാൻ. അപ്പം അത് പുള്ളിക്കാരൻ നല്ല സ്പീഡിലായിരുന്നു അത് പാടിക്കൊണ്ടിരുന്നത്. പുള്ളി പാടാൻ നേരത്തെ കേക്ക് നമുക്ക് വേറെ രീതിയിലാണ് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഇത്തിരി പാടുണ്ടായിരുന്നു. പക്ഷെ പാടിയായിരുന്നു. ഇപ്പം പാടാൻ പറ്റുമോ ഹിന്ദി റാപ്പ്?
जली जली तेरी मेरी तो जली तो फिर जड़ी बूटी लगाता तू दंडी करा ले कड़े कड़े तो जुबाता तू मेरे गले में कितनी ताकत चुकी तेरी गर्मी उतारे फटी फटी तेरी तब चबली के मैंने तेरे बारे में ये सब सच्ची जो बातें नहीं भूलूंगा पर था जो बिना गाना गाता बिना सोते लेके मेरे गाने जो भी तेरे साथ सच्चे बातें नहीं बातें बड़ी बातें पर गाने मैंने लगे सच्चे गाने कम करके दिखाते तुम करके दिखा मेरे बातों में जो तेरी बातों मैंने बातों में बताता तो तेरे पास बातें करने कोने बातें तुम्हें साथ में रखा से अतजा से मिलते 50 की तू नी का से बंद 50 के निकलना या से എപ്പോഴാ നൈസ്. അപ്പം എന്തായാലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നറിയാം. നമ്മളോട് പറയാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ പറ്റാത്ത ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടെന്നൊക്കെ അറിയാം. എല്ലാ സ്വപ്നങ്ങളും സാധ്യമാവട്ടെ. ഈ പഠിച്ചിരിക്കും പഠിച്ചു പാടിയിരിക്കും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന പോസിറ്റിവിറ്റി ചെറുതല്ല. ഡെഫിനറ്റ്ലി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എന്തായാലും ഇവാ സ്റ്റാക്കിൻ്റെ ഇനിയുള്ള എല്ലാ ഫ്യൂച്ചർ എൻഡേഴ്സിനും നമ്മളുടെ ആശംസകൾ. താങ്ക് യു.